ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് PSC ചോദ്യപേപ്പറിൽ കണ്ടിട്ടുള്ള കമ്പ്യൂട്ടർ ഭാഗത്തു നിന്നുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. 20 ചോദ്യങ്ങളാണ് നോക്കുന്നത് ആൻഡ് ചില കണക്റ്റിംഗ് ഫാക്ട് കൂടെ പറഞ്ഞുകൊണ്ടാണ് 20 ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തു പോകുന്നത്. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഫങ്ഷണൽ കീസ് ഇൻ എ കീബോർഡ്. കീബോർഡിലെ ഫങ്ഷണൽ കീ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം എത്രയാണ്? 12 ആണ്. ഫങ്ഷണൽ കീ 12 എണ്ണമാണ് ഉള്ളത്. ഇനി ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഫങ്ഷണൽ കീ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫംഗ്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. സോ F12 ആദ്യം നോക്കാം. F12 ഉപയോഗിക്കുന്നത് സേവ് ആസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സേവ് ആസ് ആണ് F12. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫയൽ ഡിഫറെൻറ്റ് നെയിമിൽ ഡിഫറെൻറ്റ് ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ആൻഡ് അതിൻ്റെ ഷോർട്ട് കട്ട് ആണ് F12. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് F11. അത് ഫുൾ സ്ക്രീൻ ആണ്. നമുക്കറിയാം യൂട്യൂബിലൊക്കെ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് F11 പ്രസ് ചെയ്യുന്ന സമയത്ത് ഫുൾ സ്ക്രീനിലായിട്ട് വരും. ഓക്കെ, ഇനി F5 എല്ലാവർക്കും അറിയുന്നതാണ് റീഫ്രഷ് അല്ലേ? റീഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ് F5. ദെൻ F8ൻ്റെ ഷോർട്ട് കട്ട് എന്തിനു വേണ്ടിയാണ്? F8 എന്ന ഷോർട്ട് കട്ട് ബൂട്ട് മെനു ഓപ്പൺ ചെയ്ത് വരുന്നതിന് വേണ്ടിയാണ് F8 ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ചോദ്യത്തിൽ 12 ആണ്. 12 ഫങ്ഷണൽ കീ ആണ് ഉള്ളത് ആൻഡ് അതിൽ F12 എന്ന ഫംഗ്ഷൻ കീ സേവ് ആസ് എന്ന ഓപ്ഷന് വേണ്ടിയാണ് ഷോർട്ട് കട്ടാണ്. F11 എന്ന് പറയുന്നത് ഫുൾ സ്ക്രീനിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ്. F5 എന്ന് പറയുന്നത് റീഫ്രഷ് ആണ്. F8 എന്ന് പറയുന്നത് ബൂട്ട് മെനു ഓപ്പൺ ചെയ്ത് വരുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ്. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് ചോദ്യം നോക്കാം. The topmost bar in any application window is the dash which displays the name of a document or application. എന്താണ് ചോദിച്ചിരിക്കുന്നത്? നെയിം ഓഫ് ഡോക്യുമെന്റ് ഓർ ആപ്ലിക്കേഷൻ ഡിസ്പ്ലേ ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷനിലെയും ടോപ്പ് മോസ്റ്റ് ബാർ ആൻഡ് അതിൻ്റെ ആൻസർ വരുന്നത് ടൈറ്റിൽ ബാർ ആണ്. സോ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ കാണുന്ന ഒരു ബാറാണ് ടൈറ്റിൽ ബാർ ആൻഡ് അത് ആ ഫയൽ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നെയിം ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് ടൈറ്റിൽ ബാറിലാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മെനു ബാർ ആണ്. സോ മെനു ബാറിൽ എന്താണ്? ഡിഫറെൻറ്റ് കമാൻഡ്സ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, കമാൻഡ്സ് ആണ് മെനു ബാറിലുള്ളത്. ആൻഡ് ടൂൾ ബാറിൽ എന്താണ്? ടൂൾസ് ആണ് അല്ലേ? ടൂൾസ് ആയിരിക്കും. ഡ്രാഗ് ചെയ്യുക, ലേസോ ടൂൾസ്, മൂവ് ടൂൾസ്, അതുപോലെയുള്ള ടൂൾസ് ഒക്കെ ആയിരിക്കും ടൂൾ ബാറിനകത്ത് ഉണ്ടായിരിക്കുക. ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്തിനാണ്? ഒരു ഡോക്യുമെന്റ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഫയലിന്റെ കറണ്ട് സ്റ്റാറ്റസ്, അതിൽ ആ ഒരു ഫയലിൽ കഴ്സറിന്റെ പൊസിഷൻ എവിടെയാണ്, എത്ര വേർഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, വേർഡ് ഡോക്യുമെന്റിലാണെങ്കിൽ എത്ര വേർഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, എത്ര പേജ് ഉപയോഗിച്ചിട്ടുണ്ട്, എത്രാമത്തെ പേജിലാണ് നിൽക്കുന്നത്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് സ്റ്റാറ്റസ് ബാറിലാണ്. സോ നമ്മളുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു. The topmost bar in any application which displays the title or the application name is ടൈറ്റിൽ ബാർ ആണ്. ആൻഡ് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞത് മെനു ബാർ, ടൂൾ ബാർ, അതുപോലെ സ്റ്റാറ്റസ് ബാർ. സോ ഒരു കറണ്ട് പേജ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് എത്രയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തരുന്നത് എവിടെയാണ്? സ്റ്റാറ്റസ് ബാറിലാണ്. കറണ്ട് പേജ് എവിടെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് പേജസ് എത്രയാണ്? ആൻഡ് കഴ്സറിൻ്റെ പൊസിഷൻ എവിടെയാണ്? എത്ര വേർഡ്സിൻ്റെ എത്ര ലൈൻസ് ഉണ്ടെന്നൊക്കെ കാണിച്ചു തരുന്നത് സ്റ്റാറ്റസ് ബാർ ആണ്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ദാറ്റ് ഈസ് വെൻ ദ പോയിന്റർ ഈസ് പൊസിഷൻഡ് ഓൺ എ ഡാഷ് ഇറ്റ് ഈസ് ഷേപ്ഡ് ലൈക്ക് എ ഹാൻഡ്. കഴ്സർ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഒരു പ്രത്യേക രീതിയിൽ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് അത് ഹാൻഡ് സിമ്പിൾ പോലെ ആകും. അതിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സ്ക്രീൻ ടിപ്പ്, ഹൈപ്പർ ലിങ്ക്, ഫോർമാറ്റിംഗ് എറർ, നൺ ഓഫ് ദീസ് എന്നാണ് ഓപ്ഷൻ ഉള്ളത്. ആൻസർ വരുന്നത് ഹൈപ്പർ ലിങ്ക് ആണ്. ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലിങ്കിൻ്റെ മുകളിലൊക്കെ കഴ്സർ പോയിന്റ് വരുന്ന സമയത്താണ് ഈ ഒരു ഹാൻഡ് സിമ്പിൾ അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് പിക്ക് ദി ഓഡ് വൺ ഔട്ട്. ആണ് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മൗസ്, പ്രിന്റർ, ഇമേജ് സ്കാനർ, അതുപോലെ കീബോർഡ്. സോ ഇതിനകത്തുനിന്ന് ആൻസർ വരുന്നത് തന്നിട്ടുണ്ട്. ആൻസർ വരുന്നത് പ്രിന്റർ ആണ്. ആൻഡ് വൈ? എന്തുകൊണ്ടാണ് പ്രിന്റർ ആവുന്നത്? ബാക്കി വരുന്ന ഈ മൗസ്, ഇമേജ് സ്കാനർ, കീബോർഡ് ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആയതുകൊണ്ടാണ് അത് ഓടായത്. ആൻഡ് ഇനി കുറച്ച് കണക്റ്റിംഗ് ഫാക്ട് പറയാം. മൗസ് ഡെവലപ്പ് ചെയ്ത കമ്പനി സീറോക്സ് പാർക്ക് ആണ്. ഓക്കെ, സീറോക്സ് പാർക്ക് ആണ്. ആൻഡ് ആദ്യമായി ഡെവലപ്പ് ചെയ്തെങ്കിൽ മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡഗ്ലസ് എൻകൽബർട്ട് ആണ് മൗസ് കണ്ടുപിടിക്കുന്നത്. ഡെവലപ്പ് ചെയ്ത കമ്പനി സീറോക്സ് പാർക്ക് ആണ്. ആൻഡ് കീബോർഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് കീബോർഡ്. ഓക്കെ, ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ്, പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് കീബോർഡ്. ഓക്കെ, സോ ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞത് ആൻസർ പിക്ക് ദ ഓഡ് വൺ ഔട്ട് എന്ന ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് പ്രിന്റർ ആണ്. ആൻഡ് എന്തുകൊണ്ടാണ്? അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആയതുകൊണ്ടാണ് പ്രിന്റർ
ഓപ്ഷനിൽ ആൻസർ ആയിട്ട് വന്നത്. ആൻഡ് മൗസിനെ പറ്റി പറഞ്ഞു, മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ആൻഡ് മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് എൻകിൽബർട്ട് ആണ്. ആൻഡ് മൗസ് ഡെവലപ്പ് ചെയ്ത കമ്പനി സീറോക്സ് പാർക്ക് ആണ്. ഓക്കെ, ദെൻ കീബോർഡിനെ പറ്റി നമ്മൾ പറഞ്ഞു, പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് അതുപോലെ ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് എന്നൊക്കെ പറയുന്നത് കീബോർഡാണ്. ഏറ്റവും മോസ്റ്റ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കീബോർഡാണ് QWERTY ലേഔട്ട് കീബോർഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് നോട്ട് എ പോയിന്റിംഗ് ഡിവൈസ്. പോയിന്റിംഗ് ഡിവൈസ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, കീബോർഡ്, മൗസ്. ആൻസർ വരുന്നത് കീബോർഡാണ്. ആൻഡ് നേരത്തെ പറഞ്ഞു കീബോർഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് അതുപോലെ ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ്, കീകൾ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് എന്നാണ് കീബോർഡിനെ പറയുന്നത്. ബാക്കി വരുന്ന ഈ ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, മൗസ് എല്ലാം പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഇനി ലൈറ്റ് പെൻ CAD-ൽ ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ. ഓർത്തിരിക്കുക, CAD-ൽ ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ. അതുപോലെ വീഡിയോ ഗെയിംസിൽ ഉപയോഗിക്കുന്ന ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ജോയ്സ്റ്റിക്ക്. ഓക്കെ, സോ മൗസിനെ പറ്റി കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു, കീബോർഡിനെ പറ്റി കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു. ആൻഡ് ലൈറ്റ് പെൻ എന്താണ്? CAD-ൽ ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ. എന്തായിരുന്നു CAD? ഇത് പ്രീവിയസ് ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്, CAD-ന്റെ എക്സ്പാൻഡഡ് ഫോം പറയാനായിട്ട്. ആൻഡ് CAD എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, അതായത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി മെഷീൻ പാർട്സ് അതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തുന്നതാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. ആ സമയത്ത് സ്ട്രക്ചർ ഒക്കെ വരയ്ക്കുന്നതിന് വേണ്ടി മൗസിനേക്കാളും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ലൈറ്റ് പെൻ ആണ്. ആൻഡ് ലൈറ്റ് പെൻ ഉപയോഗിക്കുന്നത് CAD-ലാണ്. ആൻഡ് ജോയ്സ്റ്റിക് എന്ന് പറയുന്നത് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ആൻഡ് അത് ഗെയിമിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ജോയ്സ്റ്റിക് ആണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. കോമ്പാക്ട് ഡിസ്ക് വാസ് ഇൻവെന്റഡ് ബൈ. കോമ്പാക്ട് ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ CD. സോ CD ഇൻവെന്റ് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ വരുന്നത് ജെയിംസ് ടി റസൽ ആണ്. ജെയിംസ് റസൽ ആണ് CD ഇൻവെന്റ് ചെയ്തത്. ആൻഡ് നമുക്ക് മറ്റ് ആൻസറിന്റെ കണക്റ്റിംഗ് ഫാക്ട് നോക്കാം. റേ ടോമിൽസണുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇമെയിൽ സർവീസ്. ഓക്കെ, ഇമെയിൽ സർവീസ് ആരംഭിച്ചത് അല്ലെങ്കിൽ അതിന്റെ ഫാദർ കം ഫൗണ്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത് റേ ടോമിൽസൺ ആണ്. അതുകൂടാതെ ആദ്യത്തെ ഫസ്റ്റ് ആന്റിവൈറസ് പ്രോഗ്രാം എഴുതിയതും ആരാണ്? റേ ടോമിൽസൺ ആണ്. ഓക്കെ, ആദ്യത്തെ ആന്റിവൈറസ് പ്രോഗ്രാം എഴുതിയതും റേ ടോമിൽസൺ ആണ്. ആൻഡ് മാർക്കോണി അറിയാം, എന്തായിരുന്നു? ഹീസ് റിലേറ്റഡ് ടു റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. ഓക്കെ, സോ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നത് കോമ്പാക്ട് ഡിസ്ക് വാസ് ഇൻവെന്റഡ് ബൈ എന്നായിരുന്നു. ആൻസർ വരുന്നത് ജെയിംസ് ടി റസൽ. ആൻഡ് റേ ടോമിൽസനെ പറ്റി പറഞ്ഞു, ഇമെയിൽ സർവീസിന്റെ ഫാദർ കം ഫൗണ്ടർ എന്നറിയപ്പെടുന്നതും ആദ്യത്തെ ആന്റിവൈറസ് പ്രോഗ്രാം എഴുതിയതും റേ ടോമിൽസൺ ആണ്. ആൻഡ് ആദ്യത്തെ വൈറസ് അതുപോലെ ആദ്യത്തെ ആന്റിവൈറസ് ഏതായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ വൈറസ് എന്ന് പറയുന്നത് ക്രീപ്പർ ആണ്. ആൻഡ് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച ഒരു ആന്റിവൈറസ് പ്രോഗ്രാം ആണ് റീപ്പർ. ആൻഡ് റീപ്പറിന്റെ പ്രോഗ്രാം എഴുതിയത് ആരാണ്? റേ ടോമിൽസൺ ആണ്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ചോദ്യം നോക്കാം. നെക്സ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത് ദ മെയിൻ സിസ്റ്റം ബോർഡ് ഓഫ് എ കമ്പ്യൂട്ടർ ഇസ് കോൾഡ്. കമ്പ്യൂട്ടറിലെ മെയിൻ സിസ്റ്റം ബോർഡ് എന്നറിയപ്പെടുന്നത് ഏത് എന്നാണ് ചോദ്യം. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മദർ ബോർഡ് ആണ് അല്ലെ. സിസ്റ്റം ബോർഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് മദർ ബോർഡ് ആണ്. ആൻഡ് എക്സ്റ്റേണൽ ക്യാഷ് മെമ്മറി എന്ന് ഓർക്കുക. എക്സ്റ്റേണൽ ക്യാഷ് മെമ്മറി എവിടെയാണ്? മദർ ബോർഡിലാണ് അല്ലെ. എക്സ്റ്റേണൽ ക്യാഷ് മെമ്മറി സ്ഥിതി ചെയ്യുന്നത് മദർ ബോർഡിലാണ്. അതേസമയം ഇന്റേണൽ ക്യാഷ് മെമ്മറി എവിടെയാണ്? CPU-ലാണ്. ഓക്കെ, ഇന്റേണൽ ക്യാഷ് മെമ്മറി CPU-ലാണ് എന്ന് ഓർക്കുക. ദെൻ തേർഡ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന മെയിൻ ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ് ഈ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, IC ചിപ്പുകൾ എന്ന് പറയും. ഓക്കെ, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന മെയിൻ ഇലക്ട്രോണിക് കമ്പോണന്റ് ആണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ആൻഡ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ മെയിൻ ആയിട്ടും ഉപയോഗിച്ചതാണ് മൈക്രോ പ്രോസസർ. ഓക്കെ, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറുകളിലെ മെയിൻ ഇലക്ട്രോണിക് കമ്പോണന്റ് ആയിരുന്നു മൈക്രോ പ്രോസസർ. ഓക്കെ, സോ ഇത്രയായിരുന്നു ഈ ഒരു സ്ലൈഡിലെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Dash is the part of the computer that does the arithmetical calculation. അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ചെയ്യുന്ന ഭാഗം ഏത് എന്നാണ് ചോദ്യം. ആൻഡ് അതിന്റെ ആൻസർ വരുന്നത് ALU. ALU മീൻസ് അറിയാം, അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് എന്നാണ് ALUവിന്റെ ഫുൾ ഫോം. ആൻഡ് OS എന്താണ്? OS എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ CPU എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നൊക്കെ അറിയപ്പെടുന്നു, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ആൻഡ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്നാണ് CPUവിന്റെ ഫുൾ ഫോം വരുന്നത്. ആൻഡ് കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് യൂണിറ്റ് എന്നറിയപ്പെടുന്നതാണ് മെമ്മറി. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം.
ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ്? ഇറ്റ് ഈസ് എ സെക്യൂരിറ്റി യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂട്ടിലിറ്റി പ്രോഗ്രാം ആണ് ആൻറ്റിവൈറസ് പ്രോഗ്രാം. ആൻഡ് ബിസിനസ് സോഫ്റ്റ്വെയർ എന്താണ്? അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ടാലി ഒക്കെ ബിസിനസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് എന്തൊക്കെ? ഡോസ്, മാക്, യുണിക്സ്, അതുപോലെ വിൻഡോ. അതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ഓഫീസ് സ്യൂട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? വേർഡ് വരും, ആൻഡ് അതിലെന്ത് വരും? എക്സൽ വരും. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഓഫീസ് സ്യൂട്ടിന് എക്സാമ്പിൾ ആണ്. സോ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്നായിരുന്നു. ആൻഡ് അതിൻ്റെ ആൻസർ എന്താണ്? യൂട്ടിലിറ്റി, സെക്യൂരിറ്റി യൂട്ടിലിറ്റി എന്നൊക്കെ പറയാം. യൂട്ടിലിറ്റി പ്രോഗ്രാമിന് എക്സാമ്പിൾ ആണ് ആൻറ്റിവൈറസ്. ആദ്യത്തെ ആൻറ്റിവൈറസ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ അത് എഴുതിയത് ആരായിരുന്നു? ഓർത്തിരിക്കുക, റേ ടോമിൽസൺ ആണ്. ഓക്കെ, റേ ടോമിൽസൺ ആണ്. ആൻഡ് ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് ക്രീപ്പർ ആണ്. ആൻഡ് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച ആൻറ്റിവൈറസ് പ്രോഗ്രാം ആണ് റീപ്പർ. ഓക്കെ, അർപ്പാനെറ്റ്, അതായത് ഇന്റർനെറ്റിന്റെ ആദ്യ ഫോമാണ് അർപ്പാനെറ്റ്. അർപ്പാനെറ്റിനെയൊക്കെ ബാധിച്ച വൈറസ് ആണ് ക്രീപ്പർ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം വരുന്നത് മെനു കണ്ടെയ്ൻ എ ലിസ്റ്റ് ഓഫ്. മെനു എന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? അതൊരു ലിസ്റ്റ് ആണ്. ആൻഡ് അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിട്ടുണ്ടാവുക? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമാൻഡ്സ് ആണ് അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമാൻഡ് ആണ്. നമുക്കറിയാം വേർഡ് 2003 മെനൂസ് ആയിട്ടാണ് 9 മെനു ആണുള്ളത്. ആൻഡ് അതിനെ ഓരോന്നിലും ഓരോ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് മെനുവിനകത്ത് ഫയലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കമാൻഡാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ദെൻ എഡിറ്റ് മെനു, കട്ട്, കോപ്പി, പേസ്റ്റ് മുതലായ കമാൻഡ് ഉണ്ട്. അങ്ങനെ 9 മെനു ആണുള്ളത് അല്ലേ? സോ മെനു കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് കമാൻഡ് എന്നാണെന്ന് ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് ചോദ്യം, in the abbreviation HTML the letter M stands for. HTML M എന്താണ് എന്നാണ് ആൻസർ. ആൻഡ് വാട്ട് ഇസ് ദ ആൻസർ? മാർക്കപ്പ് എന്നാണ്. ആൻഡ് വാട്ട് ഇസ് HTML? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലേ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് HTMLന്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ചോദ്യം നോക്കാം. The primary purpose of a software is turn the data into. ഒരു കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് എന്താണ്? ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുക. സോ നമുക്കറിയാം അതിനെ ഡാറ്റ പ്രോസസ്സിംഗ് എന്നാണ് പറയുക. നമ്മൾ കൊടുക്കുന്ന ഡാറ്റനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുക എന്നതാണ് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ പ്രൈമറി ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. ആൻഡ് ആ ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ ദ പ്രൈമറി പർപ്പസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ഈസ് ടേൺ ദ ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം നോക്കാം. എന്താണ്? ഇമെയിൽ സ്റ്റാൻഡ്സ് ഫോർ. ഇമെയിൽ സ്റ്റാൻഡ്സ് ഫോർ കൺഫ്യൂസ്ഡ് ആവരുത് ഒരിക്കലും. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് മെയിൽ. ഇമെയിൽ സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക് മെയിൽ. ഓക്കെ, ഇമെയിൽ എന്നുള്ളതിന്റെ എന്താണ് ഫുൾ ഫോം? ഇമെയിൽ എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് മെയിൽ. ഓക്കെ, ഫൈൻ. ഈ ചോദ്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഹു വാസ് ദ ഇൻവെന്റർ ഓഫ് എ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ഫോർ ആഡിങ് നമ്പേഴ്സ്? മെക്കാനിക്കൽ കാൽക്കുലേറ്ററിന്റെ ഇൻവെന്റർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ബ്ലെയ്സ് പാസ്കൽ ആണ് അല്ലേ? ബ്ലെയ്സ് പാസ്കൽ ആണ് മെക്കാനിക്കൽ കാൽക്കുലേറ്ററിന്റെ ഇൻവെന്റർ. ആൻഡ് പാസ്കലേൻ എന്നും അതുപോലെ അരിത്തമെറ്റിക് കാൽക്കുലേറ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഈ ഒരു മെക്കാനിക്കൽ പാസ്കൽ ഇൻവെന്റ് ചെയ്ത മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആണ് അരിത്തമെറ്റിക് കാൽക്കുലേറ്റർ. അതുപോലെ പാസ്കലേൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആണ്. ആൻഡ് ചാൾസ് ബബേജ് എന്താണ്? ഡിഫറൻസ് എഞ്ചിൻ അതുപോലെ അനലിറ്റിക് എഞ്ചിൻ ഒക്കെ കണ്ടുപിടിച്ചത് ചാൾസ് ബബേജ് ആണ്. അദ്ദേഹം കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നു, കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനും കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ബബേജ് ആണ്. ആൻഡ് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സെമി കണ്ടക്ടർ മെമ്മറി? സെമി കണ്ടക്ടർ മെമ്മറി ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദ്യം. ആൻസർ വന്നിരിക്കുന്നത് റാം ആണ്. ഓക്കെ, റാൻഡം ആക്സസ് മെമ്മറി ആണ് റാം. MAR എന്ന് പറയുന്നത് എന്താണ്? മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്നാണ്. മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്നാണ് MARന്റെ ഫുൾ ഫോം. അതുപോലെ MBR ഉണ്ട്, ദാറ്റ് ഈസ് മെമ്മറി ബസ് രജിസ്റ്റർ ആണ്. ഓക്കെ, ദെൻ CD എന്ന് പറയുന്നത് കോമ്പാക്ട് ഡിസ്ക്. അത് കണ്ടുപിടിച്ചത് ജെയിംസ് ടി റസൽ ആയിരുന്നു. ആൻഡ് CD-ROM എന്ന് പറയുന്നത് കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, സോ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം.
അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലാസിഫൈഡ് ആസ് എൻ ഇമ്പാക്ട് പ്രിന്റർ? ഇമ്പാക്ട് പ്രിന്റർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇമ്പാക്ട് പ്രിന്റർ ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയാം. പ്രിന്റർ എന്ന് പറയുന്നത് ഒരു ഹാർഡ് കോപ്പി ഡിവൈസ് ആണ്, അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസിനെ സോഫ്റ്റ് കോപ്പി ഡിവൈസ് അതുപോലെ ഹാർഡ് കോപ്പി ഡിവൈസ് എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് പെർമനൻ്റ്ലി നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാനായിട്ടും സൂക്ഷിക്കാനായിട്ടും കഴിയുന്നത് കൊണ്ടാണ് ഹാർഡ് കോപ്പി സോഫ്റ്റ് കോപ്പി എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഹാർഡ് കോപ്പി ക്ലാസിഫിക്കേഷനിൽ വരുന്നത് പ്രിന്ററും പ്ലോട്ടറുമാണ്. സോഫ്റ്റ് കോപ്പിയിലാണ് മോണിറ്റർ വരുന്നത്. ആൻഡ് പ്രിന്ററിനെ അതിൻ്റെ വേ ഓഫ് വർക്കിംഗ് ഓർ മെത്തേഡ് ഓഫ് വർക്കിങ്ങിന് അനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇമ്പാക്ട് പ്രിന്റർ അതുപോലെ നോൺ ഇമ്പാക്ട് പ്രിന്റർ. ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത് പ്രിന്ററിന്റെ പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഒരു മെക്കാനിക്കൽ കോണ്ടാക്ട് വരുന്ന തരത്തിലുള്ള പ്രിന്ററിനെയാണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. ആൻഡ് അത്തരത്തിലൊരു മെക്കാനിക്കൽ കോണ്ടാക്ട് വരാത്ത പ്രിന്ററിനെയാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മളുടെ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ അതുപോലെ ഡെയ്സി വീൽ പ്രിന്റർ എല്ലാം എന്തിന് ഉദാഹരണമാണ്? ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ്. ആൻഡ് ഏറ്റവും വേഗതയേറിയ പ്രിന്ററാണ് ലേസർ പ്രിന്റർ. അതിൽ പേജ് പ്രിന്റർ എന്നറിയപ്പെടുന്നതും ലേസർ പ്രിന്ററാണ്. ആൻഡ് പൗഡേർഡ് ഇങ്ക് ഉപയോഗിക്കുന്നത് ലേസർ പ്രിന്റർ ആണ്. ആൻഡ് തെർമൽ പ്രിന്റർ നമ്മളുടെ KSEB ബില്ല് വരുന്നത് അതുപോലെ KSRTC ടിക്കറ്റ് എല്ലാം തെർമൽ പ്രിന്ററിന് എക്സാമ്പിൾ ആണ്. ആൻഡ് മഷി ഉപയോഗിക്കാത്ത ഇങ്ക് ഉപയോഗിക്കാത്ത പ്രിന്റർ ആണ് തെർമൽ പ്രിന്റർ. സോ പൗഡേർഡ് ഇങ്ക് ഉപയോഗിക്കുന്ന പ്രിന്റർ ആണ് ലേസർ പ്രിന്റർ, ഇങ്ക് ഉപയോഗിക്കാത്തതാണ് തെർമൽ പ്രിന്റർ. ഇനി ലിക്വിഡ് ഇങ്ക് ഉപയോഗിക്കുന്ന ഒരു പ്രിന്റർ ഉണ്ട്, ലിക്വിഡ് ഇങ്ക്. വാട്ട് വിൽ ദാറ്റ്? ലിക്വിഡ് ഇങ്ക് ഉപയോഗിക്കുന്നത് ഇങ്ക് ജെറ്റ് പ്രിന്ററിലാണ്. ഇങ്കിനെ സ്പ്രേ ചെയ്യാണ് ആ പ്രിന്ററിനകത്ത് ചെയ്യുന്നത്. സോ പൗഡേർഡ് ഇങ്ക് ഉപയോഗിക്കുന്നത് ലേസർ പ്രിന്ററിനകത്താണ്, ലിക്വിഡ് ഇങ്ക് ഉപയോഗിക്കുന്നത് ഇങ്ക് ജെറ്റ് പ്രിന്ററിനകത്താണ്. ആൻഡ് ഇങ്ക് ഉപയോഗിക്കാത്തത് തെർമൽ പ്രിന്റർ ആണ്. ഓക്കെ, സോ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ഇമ്പാക്ട് പ്രിന്റർ ഏതാണെന്നായിരുന്നു. സോ ഡെയ്സി വീൽ പ്രിന്റർ ആണ് ആൻസർ. ലേസർ പ്രിന്ററും തെർമൽ പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ ആണ്. ബിക്കോസ് പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഒരു മെക്കാനിക്കൽ കോണ്ടാക്ട് വരുന്നില്ല. അങ്ങനെയുള്ള പ്രിന്റേഴ്സിനെയാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ചോദ്യം വരുന്നത്, ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ്. ആൻസർ പറയുന്നത് ബേസ് ആണ്. ഓക്കെ, ഒരു നമ്പർ സിസ്റ്റത്തിലെ നമ്പർ ഓഫ് ഡിജിറ്റ് അതിനെ പറയുന്നതാണ് അതിൻ്റെ ബേസ്. സോ നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 4 ഏതൊക്കെയാണ്? ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം അതുപോലെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇങ്ങനെ മെയിനായിട്ടും 4 നമ്പർ സിസ്റ്റമാണ് ഉള്ളത്. ആൻഡ് ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു നമ്പേഴ്സാണ് ബേസ്. അതായത് ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് ആണ് 2. ആൻഡ് അതിലുള്ള അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഐദർ 0 or 1 ആയിരിക്കും. ഓക്കെ, ഐദർ 0 or 1 ആയിരിക്കും ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുക. ആൻഡ് ഈ ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റമാണ് 8. 0 to 7 വരെ ആയിരിക്കും ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരിക്കുക. ആൻഡ് നെക്സ്റ്റ് പറയുന്നതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 0 മുതൽ 9 വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് പറയുന്നതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അതിൻ്റെ ബേസ് 16 ആണ്. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ് ഉണ്ടായിരിക്കും, പ്ലസ് A മുതൽ F വരെയുള്ള അക്ഷരങ്ങളും ഉണ്ടായിരിക്കും. സോ നമ്മളുടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 4: ബൈനറി, ഒക്ടൽ, ഡെസിമൽ ആൻഡ് ഹെക്സാഡെസിമൽ. ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത് 2 0 and 1 കോമ്പിനേഷൻ ആയിരിക്കും അതിലെ അക്കങ്ങൾ ഉണ്ടായിരിക്കുക. ആൻഡ് ഒക്ടൽ എന്ന് പറയുന്നതിൻ്റെ ബേസ് 8 0 മുതൽ 7 വരെയുള്ള അക്കങ്ങളാണ് അല്ലെങ്കിൽ ഡിജിറ്റ് ആണ് അതിനകത്ത് ഉണ്ടാവുന്നത്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഡെസിമൽ ആണ്. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ് ഡെസിമലിനകത്ത് ഉണ്ടായിരിക്കും. ആൻഡ് ഹെക്സാഡെസിമൽ ആണ് അവസാനത്തേത്. ദാറ്റ് ഈസ് 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളും A മുതൽ F വരെയുള്ള അക്ഷരങ്ങളും ഉണ്ടായിരിക്കും. ആൻഡ് ഇനി ഒരു കാര്യം കൂടെ ഈ ഭാഗത്ത് നിന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്, ഹെക്സാഡെസിമലിൽ A മുതൽ F വരെയുള്ള അക്ഷരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് അതിൽ A is equal to ഡെസിമലിന് ഈക്വലൻ്റ് 10. സെയിം ബൈനറിക്ക് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത് 10 എന്നാണ്. ഓക്കെ, സോ ഇതൊരു അറിവിന് വേണ്ടി, കൂടുതൽ അറിയുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. നമ്പർ സിസ്റ്റം എത്രയുണ്ടെന്ന് ഓർത്തിരിക്കുക, 4: ഹെക്സാഡെസിമൽ, ഡെസിമൽ, ഒക്ടൽ ആൻഡ് ബൈനറി. ഓരോന്നിൻ്റെയും ബേസ് ഓർത്തിരിക്കുക. 2ന്റെ ബേസ്, ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത് 2, ഡെസിമലിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10, ഒക്ടലിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8, ഹെക്സാഡെസിമലിൻ്റെ ബേസ് എന്ന് പറയുന്നത് 16. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ എ നമ്പർ സിസ്റ്റം ഇസ് കോൾഡ് ബേസ്. ഓക്കെ, സോ നെക്സ്റ്റ് ചോദ്യം നോക്കാം.
സോ ദ ടേം പുഷ് ആൻഡ് പോപ്പ് ഇസ് റിലേറ്റഡ് ടു പുഷ് ആൻഡ് പോപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ചോദ്യം. കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് റീഡ് ഓർ റൈറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് സ്റ്റാക്ക്. സോ അതിന്റെ ആൻസർ സ്റ്റാക്ക് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ അതിന്റെ ആൻസർ വരുന്നത് സ്റ്റാക്ക് ആണ്. ഈ ഒരു പുഷ് ആൻഡ് പോപ്പ് എവിടെ കണ്ടാലും ഓർക്കുക, അത് സ്റ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആൻഡ് എന്താണ് പുഷ് എന്താണ് പോപ്പ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ദാറ്റ് ഈസ് പുഷ് എന്ന് പറയുന്നത് സ്റ്റാക്കിലേക്ക് ഡാറ്റ എൻറ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പോപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്കിൽ നിന്ന് എടുക്കുന്ന ഡാറ്റ ഓർ ഇൻഫർമേഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പോപ്പ്. പുഷ് ആൻഡ് പോപ്പ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സ്റ്റാക്ക്. ആൻഡ് ഈ ഒരു ലെവൽ എത്രത്തോളം ഡാറ്റ അതിനകത്ത് എൻറ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലെവൽ ഇൻഡിക്കേറ്റർ ആണ്. ആൻഡ് ആ ഭാഗത്തെ പറയുന്നത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്നാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്നാണ്. ഓക്കെ, സോ the term push and pop is related to stack. So dash of system includes the programs and instruction. Programsനെയും ഇൻസ്ട്രക്ഷൻസിനെയും ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റം അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് സോഫ്റ്റ്വെയർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. സോ നമ്മുടെ ആൻസർ വരുന്നത് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സോഫ്റ്റ്വെയർ ഈസ് എ സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രോഗ്രാം, അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ ഒരു ഗ്രൂപ്പാണ്, ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. സോ നമുക്കിനി ഈ ഒരു ഭാഗത്ത് നിന്നുള്ള കണക്റ്റിംഗ് ഫാക്ട് നോക്കാം. സോ ഐക്കൺ എന്ന് പറയുന്നത് എന്താണ്? ടൈനി പിക്ചർ ദാറ്റ് റെപ്രസെൻറ്റ് either file or an image or a video or audio file, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചെറിയ പിക്ചേഴ്സ് ആയിരിക്കും. അതാണ് ഐക്കൺ. ഡെസ്ക്ടോപ്പിലും ഫോൾഡേഴ്സിലൊക്കെ നമ്മൾ കാണുന്നത് ഐക്കൺസ് ആണ്. ഡെസ്ക്ടോപ്പിൽ കാണുന്നത് നമ്മൾ ഐക്കൺ ആണ്. ടൈനി പിക്ചേഴ്സ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ഫയൽസ്, പ്രോഗ്രാം, ഫോൾഡേഴ്സ്, വാട്ട് എവർ. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് കാണുവാനും അതുപോലെ തൊട്ടറിയുന്നതിനൊക്കെ കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ പെരിഫറൽ ഡിവൈസസ് ആണ് ഹാർഡ്വെയർ. ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ ബോഡി, ഭൗതിക ശരീരം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഹാർഡ്വെയർ ആണ്. ഓക്കെ, സോഫ്റ്റ്വെയർ പറഞ്ഞു ഇറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് പ്രോഗ്രാം ആൻഡ് ഇൻസ്ട്രക്ഷൻ. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് നെക്സ്റ്റ് ഇൻഫർമേഷൻ. ആഫ്റ്റർ ഡാറ്റ പ്രോസസ്സിംഗ് കമ്പ്യൂട്ടറിൽ നിന്നും യൂസറിലേക്ക് ലഭിക്കുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇൻഫർമേഷൻ. ഓക്കെ, സോ സോഫ്റ്റ്വെയർ എന്താണ്? ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ്, സോൾ എന്നൊക്കെ അറിയപ്പെടുന്നത് സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് സ്പർശിച്ചറിയാൻ കഴിയാത്ത ഭാഗങ്ങളാണ് സോഫ്റ്റ്വെയർ. അതുപോലെ കാണുവാനും തൊട്ടറിയുന്നതിനൊക്കെ കഴിയുന്നതാണ് ഹാർഡ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ ഭൗതിക ശരീരം എന്നറിയപ്പെടുന്നത് ഹാർഡ്വെയർ ആണ്. ഐക്കൺ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിലെ ടൈനി പിക്ചേഴ്സ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ഫോൾഡേഴ്സ്, ഫയൽ, എക്സിക്യൂട്ടബിൾ പ്രോഗ്രാംസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് 20 സെലക്റ്റഡ് ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് കണക്റ്റിംഗ് ഫാക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 40+ അല്ലെങ്കിൽ 50+ ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് വെൽ. സോ താങ്ക് യു.